സ്റ്റോക്കിൽ SIP ചെയ്യുന്നതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്? അതിൻ്റെ അകത്ത് നമുക്കൊരു എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്നുണ്ട്. ആനുവലി നമ്മൾ ആ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് അവരൊരു ചാർജ് എടുക്കുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് മിക്ക ഫണ്ടുകൾക്കും 1 ഇയറിനുള്ളിൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്താൽ അതിനും ഒരു ചാർജ് എടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോക്കിൽ SIP ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇത് രണ്ടും വരുന്നില്ല എന്നുള്ളതാണ് മേജറായിട്ടുള്ള ഒരു ബെനിഫിറ്റ്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് കുറേ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നു, അതിൻ്റെ അകത്തൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ആ സ്റ്റോക്കുകൾ സെല്ല് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് പറ്റും. അതിനൊരു ലിമിറ്റും വരുന്നില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് അങ്ങനെയല്ല, ഈ എക്സിറ്റ് ലോഡ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ അത് മാനേജ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും. അവർ കറക്റ്റ് മാർക്കറ്റ് കണ്ടീഷനൊക്കെ അനുസരിച്ച് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തന്നെ ആ സ്റ്റോക്കുകളെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നത്, മെറിറ്റ്സും ഡീമെറിറ്റ്സും വരുന്നത്.